ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. ഇന്ന് നല്ല വെതറാണ്. മഴ പെയ്യുമെന്നാണ് പറഞ്ഞത്, പക്ഷേ പെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് മഴക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു സ്പ്രിങ് തുടങ്ങി, എല്ലാം ക്ലീനപ്പ് അങ്ങനെയുള്ള പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മരം, അതായത് ഇല, വിൻ്റർ ടൈമിൽ ഇല മൊത്തം പോയി നിന്ന മരം ആണ്. അതിപ്പോൾ ഈ സ്പ്രിങ് ആയി കഴിയുമ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇല വരും. ആ ഇല വരുന്നതിന് മുമ്പ് ഒരു മരം മുറിച്ച് കളയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ പരിപാടി ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വാള്, അതായത് നമ്മുടെ ചെയിൻ സോയുണ്ട്. അത് കഴിഞ്ഞ വർഷം എടുത്തിട്ട് വെച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പലതും ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന പറഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി പോകും. ഏതായാലും നമുക്കൊന്ന് നോക്കാം, വാള് ശരിയാണോ ഇല്ലെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഗ്യാസ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് വാള്. കഴിഞ്ഞ വർഷം എടുത്തിട്ട് വെച്ചതാണ്. പലതും ഇനി അതുപോലെ മനുഷ്യർ വാങ്ങിക്കും, പിന്നെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഉപയോഗിക്കും, പിന്നെ ഉപയോഗിക്കാതെ വെച്ചേക്കും, പിന്നെ അത് ഉപയോഗശൂന്യമായിട്ട് പോകും. അങ്ങനെയാണ് പലപ്പോഴും പതിവ്. അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഗ്യാസ് വേണം. ഗ്യാസും ഓയിലും കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഒഴിക്കുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്രോള്. ഇതിനകത്ത് കുറച്ചുണ്ടായിരുന്നു, അപ്പോഴത് ഒഴിച്ചു. അതുപോലെ തന്നെ ഈ ചെയിന് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ലൂബ്രിക്കൻ്റ് ഓയിലുണ്ട്, ചെയിൻ ഒഴിക്കാനുള്ളത്. ഇതിന് ചെയിന് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒഴിക്കുന്ന ഓയിലാണിത്. അതുകൂടെ ഒഴിക്കണം അതിന് മുമ്പായിട്ട്. അങ്ങനെ അതുമായി ഇനി ഇത് സ്റ്റാർട്ടാകുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇനി നമുക്ക് മരം ഒന്ന് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൂടെ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമുക്ക് മുറിക്കാനുള്ള മരം. അധികം വലുതല്ല. അത് വലുതാകുന്നതിന് മുമ്പേ, വലുതായി കഴിഞ്ഞാൽ പാരയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങ് മുറിച്ച് കളയാമെന്ന് കണ്ടു. ഇപ്പം നോക്കിയാൽ ഇപ്പം ഇലയൊന്നുമില്ല. അതുകൊണ്ട് കുറേ പണി കുറവുണ്ട്. എന്നാലും ഇച്ചിരി പണിയാണ്. അപ്പോഴിത് ഇപ്പോഴേ അങ്ങ് മുറിച്ച് കളഞ്ഞേക്കാമെങ്കിൽ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് കുറയും. അപ്പോൾ ഇതങ്ങ് മുറിക്കുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത്.
1 മിനിറ്റ് കൊണ്ട് മരം താഴെ വീണിരിക്കുകയാണ്. 1 മിനിറ്റ് എടുത്തുള്ളൂ. അത്ര ചെറിയ മരമല്ല, സമാനം വലിയൊരു മരം തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇത് വലിയൊരു മരം തന്നെയാണ്. വലിയ മരം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ട്രീ കട്ടിങ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാം കട്ട് ചെയ്തു. ഇതൊരു ഈസി ജോബല്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും ചെയ്യേണ്ട ഒരു ജോലിയാണ്. എപ്പോഴും ഇത് ചെയ്യുന്നുടനെ 2 പേര് ഉണ്ടായിരിക്കണം. പക്ഷെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ സേഫ്റ്റി മാനേജ് എപ്പോഴും 2 പേര് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതാണ്ട് ഞാൻ തന്നെ ഒരാൾ തന്നെ ആയിട്ടും ഒരു മരം മുറിച്ചിടാൻ 1 മിനിറ്റ് എടുത്തുള്ളൂ. പിന്നെ കട്ടിങ് എല്ലാം കൂടെ ഏതാണ്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് എടുത്ത് കാണും. ഒരു വലിയൊരു ട്രീ തന്നെയായിരുന്നു. അപ്പോൾ ഇത് വാള ഉപയോഗിക്കുന്നതിനെ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കണം.
ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ബൈ, സീ യു ലേറ്റർ.